ബാക്ക് ടു സാന്ദ്രാസ് ലിറ്റിൽ വേൾഡ്. അപ്പോൾ ഇന്ന് നമുക്കൊരു കോട്ടൺ ഫ്രോക്കാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ നൈറ്റി പീസാണ് എടുത്തേക്കുന്നത്. 180 രൂപയുടെ നൈറ്റി പീസാണ് കേട്ടോ. 3 മീറ്റർ ആയിരിക്കും ഫാബ്രിക് ഉണ്ടാവുന്നത്. അപ്പോൾ ഒരു 7 to 8 ഇയേഴ്സിൻ്റെ അളവിന് ചെയ്യാം. അപ്പോൾ മെഷർമെൻറ്റ് ഷോൾഡർ 11.5 അതിൻ്റെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുക. ചെസ്റ്റ് 24, അതിൻ്റെ കൂടെ ഒരു 2 കൂടെ ആഡ് ചെയ്തിട്ട് അതിനെ 4ആയിട്ട് ഡിവൈഡ് ചെയ്തെടുത്തേക്കാണ്. വേസ്റ്റും അങ്ങനെ തന്നെ. അപ്പോൾ ഫുൾ ലെങ്ത്ത് വരുന്നത് 24. മുകളിലത്തെ പോർഷൻ 9.5. അപ്പോൾ 9.5 നമുക്ക് 1 ഇഞ്ച് കൂടെ ഇട്ട് വേണം വെട്ടാൻ. അതേപോലെ താഴത്തെ ഭാഗം 17.5. അപ്പോൾ അതും ഒരു 1.5 ഇഞ്ച് കൂടെ വിട്ടിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഫാബ്രിക് എങ്ങനെയാണ് മടക്കണ്ടേന്ന് നോക്കാം. നമ്മൾ ആദ്യം ആ തുണിയെ ഒന്ന് നൂത്തിടുകയാണ് കേട്ടോ. എന്നിട്ട് മുകളിൽ നിന്ന് ഇതേപോലെ 2ആയിട്ട് മടക്കി കൊടുത്തു. പിന്നെതാ ഒന്നുകൂടെ മടക്കി കൊടുക്കുവാണ് കേട്ടോ. ഇങ്ങനെ നമുക്ക് ചെസ്റ്റ് വിത്ത് കിട്ടുന്നോ നോക്കണം. അപ്പോൾ എനിക്കിവിടെ കിട്ടുന്നുണ്ട്. 6.5 തയ്യൽ തുമ്പും ഒക്കെ ഈസി ആയിട്ട് കിട്ടും. കിട്ടാത്തവരാണെങ്കിൽ ഇതേപോലെ മടക്കിയിട്ട് കൊടുക്കാം. ഓക്കെ, കിട്ടുന്നവരാണെങ്കിൽ മാക്സിമം ഇങ്ങനെ തന്നെ കട്ട് ചെയ്യുക. അപ്പോൾ ഒരുപാട് തുണി നമുക്ക് ലാഭിക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇതേപോലെ 4ആയിട്ട് മടക്കിയിട്ട് കൊടുത്തേക്കുവാണ്. എന്നിട്ട് ഷോൾഡർ മാർക്ക് ചെയ്തു 5.5. താഴോട്ട് ആം ഹോളിന് വേണ്ടി ഞാൻ 4 കേട്ടോ കൊടുക്കുന്നത്. അവിടുന്ന് ജസ്റ്റ് 6.5 തയ്യൽ തുമ്പ്. പിന്നെ താഴോട്ടേക്ക് നമുക്ക് 9.5 വേണ്ടത്. 1 ഇഞ്ച് കൂടെ കൂട്ടി 10 11 ഇതേപോലെ മാർക്ക് കൊടുത്തിട്ട് വേസ്റ്റ് മാർക്ക് ചെയ്യുക. വേസ്റ്റ് 6.5 തന്നെയാണ്. തയ്യൽ തുമ്പ് 2 മാർക്ക് ചെയ്ത് കൊടുത്തു. ആം ഹോൾ 1/2 ഇഞ്ചിലൊന്ന് കർവ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് കട്ട് ചെയ്ത് മാറ്റുവാണ് കേട്ടോ. ഇവിടെ ഞാൻ ലൈനിങ്ങും ഒന്നും യൂസ് ചെയ്യുന്നില്ല. സിമ്പിളായിട്ട് നമ്മുടെ ആ ക്ലോത്ത് വെച്ച് തന്നെ സ്റ്റിച്ച് ചെയ്യുവാണേ. ഇനി ബാലൻസ് വരുന്ന ക്ലോത്തിനെ ഇതേപോലെ മടക്കി ഇട്ട് കൊടുക്കുക. 2ആയി മടക്കി 4ആയി മടക്കി ഒന്നുകൂടെ മടക്കി ഇട്ട് കൊടുത്ത് എന്നിട്ട് കറക്റ്റ് ഇതേപോലെ വെച്ചിട്ട് ലെങ്ത്ത് മാർക്ക് ചെയ്യുവാണ്. നമ്മുടെ ലെങ്ത്തിൻ്റെ കൂടെ 1 ഇഞ്ച് കൂടെ തയ്യൽ തുമ്പ് കൊടുക്കണം കേട്ടോ. അപ്പോൾ 17.5 ഞാൻ 1 ഇഞ്ച് 18.5 കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് ഇതേപോലെ കട്ട് ചെയ്ത് മാറ്റുവാണ് കേട്ടോ. ഇനി നെക്ക് ഞാനിപ്പോൾ ഒരു ലൈനിങ് പീസിലാണ് കേട്ടോ മാർക്ക് ചെയ്യുന്നത്. നെക്കിൻ്റെ ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുത്തിട്ട് നെക്കിൻ്റെ വിത്ത് 2.5 ഇറക്കം 4 കൊടുത്തേ. ഫ്രണ്ട് നെക്ക് ഇതേപോലെ ഒരു സ്ക്വയർ ആണ് കേട്ടോ ഞാൻ കൊടുക്കുന്നത്. ഇതേപോലെ വരച്ചെടുത്തു. കട്ട് ചെയ്യുവാണേ. കട്ട് ചെയ്യുമ്പോൾ തുണി അധികം വിട്ടിട്ട് മാത്രം കട്ട് ചെയ്യുക കേട്ടോ. എന്നിട്ട് സെൻറ്ററിൽ ഒരു മാർക്ക് കൊടുത്തിട്ട് ബാക്ക് നെക്കും 2.5 വീതി 3.5 ഇറക്കം കൊടുത്തേ. എന്നിട്ട് ബോക്സ് ആക്കി എടുത്തിട്ട് ഇതേപോലെ ജസ്റ്റ് ഒരു റൗണ്ട് കൊടുക്കുന്നേ ഉള്ളൂ. അതും ഇതേപോലെ കട്ട് ചെയ്ത് മാറ്റി. എന്നിട്ട് സെൻറ്ററിൽ ഇതേപോലെ കട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ പതിച്ചെടുക്കുമ്പോൾ അത് കറക്റ്റ് സെൻറ്റർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതേപോലെ പതിച്ചെടുത്തേ. ഫ്രണ്ടും അതേപോലെ പതിച്ചെടുക്കാം കേട്ടോ. ഇനി ചെയ്യേണ്ടത് ഇതിൻ്റെ 3 സൈഡും ഇതേപോലെ ഒന്ന് മടക്കി അടിക്കണം കേട്ടോ. നമുക്കിത് ഹെം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണേ. അപ്പോൾ സൈഡ് മടക്കി അടിച്ചാൽ അത്രയും ഈസിയാണ് നമുക്ക് ഹെം ചെയ്തെടുക്കാൻ. 2 നെക്കിൻ്റെയും ഇതേ രീതി ചെയ്തെടുക്കാവേ. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മുകൾ ഭാഗത്തെ തുണിയിലാണ് കേട്ടോ നമ്മൾ നെക്ക് ആദ്യം ഫിനിഷ് ചെയ്തെടുക്കാവേ. ഇതേപോലെ ഫ്രണ്ടും ബാക്കും. അപ്പോൾ കറക്റ്റ് സെൻറ്റർ പ്ലേസ് ചെയ്ത് വെച്ചിട്ട് ഇതേപോലെ നെക്ക് നമുക്കൊരു പിന്നൊക്കെ കൊടുത്ത് സെക്യൂർ ചെയ്ത് വെക്കാം. ഇതേപോലെ ഞാൻ നിറയെ പിന്നൊക്കെ കുത്തി വെച്ചിട്ടുണ്ട്. കോട്ടൺ ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, തെന്നിപ്പോയാൽ മൊത്തത്തിൽ പാളിപ്പോവും. അപ്പോൾ പിന്നൊക്കെ കുത്തി വെച്ചിട്ട് നമ്മൾ വരച്ച അതേ വരയിൽ കൂടെ നമുക്ക് നെക്ക്
ഫിനിഷ് ചെയ്തെടുക്കാം കേട്ടോ. ഇതാ, എന്നിട്ട് ഒരു 1/2 ഇഞ്ച് വിട്ടിട്ട് നമുക്ക് ഇതേപോലെ നെക്ക് കട്ട് ചെയ്ത് മാറ്റിയിട്ട് ചെറിയ ചെറിയ സ്റ്റിച്ച് കൊള്ളാതെ ചെറിയ ചെറിയ വെട്ടിട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഈ ലൈനിങ്ങിനെ ഇതേപോലെ ഒന്ന് നീക്കി വെച്ചിട്ട് ലൈനിങ്ങിൻ്റെ മെയിൻ ക്ലോത്തിൻ്റെ ആദ്യം നമ്മൾ സ്റ്റിച്ച് ഇട്ടില്ലേ, ആ സ്റ്റിച്ചിൻ്റെ സെൻറ്ററിൽ കൂടെ പതിച്ചൊരു സ്റ്റിച്ച് കൊടുത്തു. പിന്നെ ലൈനിങ്ങിനെ ഇതേപോലെ അകത്തേക്ക് മടക്കിയിട്ട് സൈഡിൽ കൂടെ നേരത്തെ തുമ്പിൽ കൂടെ ഒരു സ്റ്റിച്ച്. നെക്ക് ഫിനിഷ് ആയിട്ടോ. സിമ്പിളായിട്ട് നമുക്ക് നെക്ക് ഇതേ രീതിയിൽ ക്യാൻവാസ് ഒന്നും ഇല്ലാതെ തന്നെ ഫിനിഷ് ചെയ്തെടുക്കാൻ പറ്റും. എന്നിട്ട് നമുക്കിതിനെ ഹെം ചെയ്തെടുക്കണം കേട്ടോ. സെയിം കളർ നൂല് തന്നെ എടുത്തിട്ട് ഇതേ രീതിയിൽ ഹെം ചെയ്തെടുക്കുവാണ് കേട്ടോ. നെക്ക് ഫുള്ള് ഹെം ചെയ്തെടുക്കുവാണേ. അധികം ഗ്യാപ്പ് വിടാതെ, എന്നാൽ ഒരുപാട് അടുപ്പിച്ചടുപ്പിച്ചോ അല്ല, ഒരു നിശ്ചിത ഗ്യാപ്പിൽ നമ്മളിത് ഫുള്ള് ഹെം ചെയ്തെടുക്കാം കേട്ടോ. ബാക്ക് നെക്കും ഇതേ രീതിയിലാണ് കേട്ടോ ചെയ്തെടുക്കേണ്ടത്. ബാക്ക് നെക്കും ഞാൻ സെയിം രീതിയിൽ തന്നെ ഫിനിഷ് ചെയ്തെടുക്കുവാണ് കേട്ടോ. അപ്പോൾ ബാക്ക് നെക്ക് ഇതേ രീതിയിൽ ഫ്രണ്ട് നെക്കും ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് കറക്റ്റ് ഷോൾഡർ പ്ലേസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് അധികം സ്ലോപ്പ് ചെയ്യാതെ, അധികം സ്ലോപ്പും അല്ല എന്നാൽ സ്ട്രൈറ്റും അല്ലാത്ത രീതിയിൽ ജസ്റ്റ് ഒന്ന് നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കുവാണേ. 2 സൈഡിലും ഇതേ രീതിയിൽ ജോയിൻ ചെയ്ത് കൊടുക്കാവേ. അതേപോലെ ഞാൻ നിറയെ ലോക്ക് ഇട്ടിട്ടാണ് കേട്ടോ അതാ ജോയിൻ ചെയ്യുന്നത്. പ്രത്യേകം അത് ശ്രദ്ധിക്കുക. എന്നിട്ട് സ്റ്റിച്ച് ബാക്ക് സൈഡിൽ പോകുന്ന രീതിയിൽ, ബാക്ക് നെക്കിൻ്റെ സൈഡിലേക്ക് പോകുന്ന രീതിയിൽ ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തേ. ഇനി ബാക്ക് നെക്കാണ്. ബാക്ക് നെക്കിൽ നമുക്ക് സിബ് വെച്ച് കൊടുക്കാം. സിബോ ഹുക്കോ വെച്ച് കൊടുക്കാം. ഇപ്പം ഞാൻ സിബാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. ഇതേ രീതിയിൽ മടക്കിയിട്ട് ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പിൽ ഇതേപോലെ ഒരു സ്റ്റിച്ച് ഇട്ടെടുത്തു. എന്നിട്ട് ഈസി ആയിട്ടുള്ള മെത്തേഡാണ് കേട്ടോ ഇത്. എന്നിട്ട് അതിൻ്റെ സെൻറ്ററിലൂടെ ഇതേ രീതിയിൽ കട്ട് ചെയ്ത് മാറ്റി. എന്നിട്ട് നിവർത്തി വെച്ച് നമ്മൾ സ്റ്റിച്ച് ഇട്ടതിനെ ഒന്ന് പതിച്ച് കൈകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് പതിച്ചു കൊടുത്തു. എന്നിട്ട് സിബ് എടുത്തു. സിബിൻ്റെ നല്ല വശം അകത്തേക്ക്, ചീത്ത വശത്താണ് ഇപ്പോൾ സ്റ്റിച്ച് പോകാൻ പോകുന്നത്. ഇതേപോലെ കറക്റ്റ് പ്ലേസ് ചെയ്ത് വെച്ചിട്ട് ഒരു സ്റ്റിച്ച് കൊടുത്തു. ഓപ്പോസിറ്റ് സൈഡും ആ സിബ് വലിച്ച് മുകളിലേക്ക് വെച്ചിട്ട് ഓപ്പോസിറ്റ് സൈഡും ഇതേ രീതിയിൽ ഒരു സ്റ്റിച്ച് കൊടുത്തു. എന്നിട്ട് ഇതിനെ ഞാനൊന്ന് മടക്കി കൊടുക്കുവാണ് 4ആയിട്ട്. നമ്മുടെ സിബിൻ്റെ ആദ്യമിട്ട് നടുക്കൂടുള്ള ഒരു സ്റ്റിച്ച് ഉണ്ട് കേട്ടോ, അതങ്ങ് പൊട്ടിച്ചു വിടണം കേട്ടോ. ഈസിയാണ് അത് പൊട്ടിച്ചുവിടാൻ. ഈസി മെത്തേഡായിട്ട് സിബ് വെക്കാൻ പറ്റുന്ന വേറെ മെത്തേഡ് ഇല്ല കേട്ടോ. ഇതാണ് കേട്ടോ ഈസി ആയിട്ട് നമുക്ക് വെച്ച് കൊടുക്കാൻ പറ്റുന്നത്. 5 മിനിറ്റ് പോലും എടുക്കത്തില്ല, ദാന്ന് പറഞ്ഞ് തീരും സിബ്. കുഞ്ഞു കുട്ടികളൊക്കെ ആകുമ്പോൾ ഹുക്ക് ഇടാനും അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. സിബ് ആണെങ്കിൽ അവർക്ക് വളരെ ഈസി ആയിരിക്കും. ഇതേപോലെ തുണി 4ആയിട്ട് മടക്കിയിട്ട് കൊടുത്തു. കറക്റ്റായിട്ട് മടക്കിയിട്ട് കൊടുക്കണം കേട്ടോ. അകത്തൊന്നും ചുളുങ്ങി പോകാതെ. ഷോൾഡറും കറക്റ്റായിരിക്കണം. എന്നിട്ട് ഷോൾഡർ ഒന്നുകൂടെ എടുത്ത് മാർക്ക് ചെയ്യുവാണേ. 4 ഷോൾഡർ താഴോട്ട്. ഇപ്പോൾ നമുക്ക് 9.5 വേണ്ടത്. ഇനി നമുക്ക് 10 മാത്രം മതി കേട്ടോ. അപ്പോൾ 10 മുകൾ ഭാഗം അടിച്ചു വരുമ്പോഴത്തേനും കറക്റ്റ് നമുക്ക് 9.5 തന്നെ കിട്ടും. ജസ്റ്റ് ആം ഹോൾ 1/2 ഇഞ്ചിൽ കുഴിച്ച് മാർക്ക് ചെയ്ത് കൊടുത്തു. ജസ്റ്റ് മാർക്ക് ചെയ്തിട്ടാണ് കേട്ടോ ആം ഹോൾ എടുത്ത് മാർക്ക് ചെയ്യേണ്ടത്. ബാക്കി നിൽക്കുന്ന തുണികളെല്ലാം നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. എന്നിട്ട് ആ സിബിൻ്റെ അവിടെ താഴ്ഭാഗത്തൊരു ലോക്കിട്ട് കൊടുക്കാം കേട്ടോ, അഥവാ ഊരിപ്പോയാലോ. എന്നിട്ട് നമുക്ക് ഫ്രണ്ട് ആം ഹോള് 1/2 ഇഞ്ചിന് എടുത്ത് കട്ട് ചെയ്ത് കൊടുക്കാതെ. കുഞ്ഞുങ്ങൾക്കത് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, പക്ഷേ കട്ട് ചെയ്ത് ശീലിച്ചത് കൊണ്ട് ഞാൻ എപ്പോഴും ഇത് കട്ട് ചെയ്യും കേട്ടോ.
കുഞ്ഞുങ്ങൾക്ക് അങ്ങനെ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ വലിയവർക്ക് കട്ട് ചെയ്ത ആ ഒരു ശീലം കുഞ്ഞു പിള്ളേർക്കും ഞാൻ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇതാ അതും കഴിഞ്ഞു. ഇനി നമുക്ക് ഒരു ക്രോസ് പീസ് എടുക്കാം. ഇതാ ഞാൻ കറക്റ്റ് 9 അങ്ങനെയൊന്നുമില്ല, ഒരു ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കുക, അത്ര തന്നെ. ക്രോസ് പീസ് ഇത് ഈസി ആയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അങ്ങോട്ടും 5 ഇഞ്ച് വീതിയെങ്കിൽ ഓപ്പോസിറ്റ് സൈഡും 5 ഇഞ്ച് വീതിയിൽ സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് ക്രോസ് പീസ് ഈസി ആയിട്ട് കുഞ്ഞു തുണിയിൽ വരെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. എൻ്റെ കയ്യിൽ ബ്ലാക്കിന് മാച്ചിങ് ആയിട്ടുള്ളൊരു റെഡ് ക്ലോത്ത് ഉണ്ടായിരുന്നു കേട്ടോ. ബ്ലാക്ക് ക്ലോത്ത് എനിക്ക് ഒട്ടും ബാലൻസ് ആയിട്ടില്ലായിരുന്നു. 3 മീറ്ററിൽ ഞാൻ 2 ഫ്രോക്കാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്തെടുത്തത്. അതുകൊണ്ട് ഒട്ടും ക്ലോത്ത് ഇല്ലാത്തത് കൊണ്ടാണ് കേട്ടോ. ഇതേപോലെ ക്രോസ് പീസ് ജോയിൻ ചെയ്ത് കൊടുക്കുവാണേ. ക്രോസ് പീസ് എല്ലാം ജോയിൻ ചെയ്യാൻ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ അല്ലേ. ഇതേപോലെ ഒരു ഭാഗത്ത് കൂർത്ത മോനയും ഓപ്പോസിറ്റ് ഭാഗത്ത് കൂർത്ത മോന രണ്ടും ഓപ്പോസിറ്റ് വെക്കണം. ഇതേ രീതിയിൽ അങ്ങനെയാണ് കേട്ടോ നമ്മൾ ക്രോസ് പീസ് ജോയിൻ ചെയ്യുന്നത്. അറിയാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇട്ടാൽ മതി. നമുക്കിതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കുഞ്ഞു കുഞ്ഞു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ. എന്നിട്ട് ആം ഹോളിലേക്ക് നമ്മൾ ക്രോസ് പീസ് ഇതേപോലെ ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. 1/2 ഇഞ്ച് ഗ്യാപ്പിൽ തന്നെ ജോയിൻ ചെയ്യണം കേട്ടോ. ഇരിഞ്ഞെങ്ങാണം പോയി കഴിഞ്ഞാൽ പിന്നെ മൊത്തത്തിൽ പണി പാളും. നിർത്തി വളച്ച് ജോയിൻ ചെയ്തെടുത്താൽ മതി. എന്നിട്ട് ചെറിയ കട്ട് കൊടുക്കാം. നമുക്ക് വളഞ്ഞ് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ജസ്റ്റ് അതിനെ നിവർത്തി ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്യുവാണേ. ആ 2 തുണിയുടെ സെൻട്രലായിട്ടാണ് കേട്ടോ പതിച്ച് സ്റ്റിച്ച് ചെയ്യുന്നത്. എന്നിട്ട് ഇതേപോലെ ഒരു മടക്കി ഒരു സ്റ്റിച്ച് കൊടുക്കുവാണേ. ബിഗ്നേഴ്സൊക്കെ ആയതുകൊണ്ടാണ്. ബിഗ്നേഴ്സ് ഒന്നും അല്ലാത്ത ഒരാളാണെങ്കിൽ 2 മടക്കി ഇതേപോലെ ഒരു സ്റ്റിച്ച് അങ്ങ് കൊടുത്താൽ മതി. പക്ഷേ എപ്പോഴാണ് പാളിപ്പോകുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. ഒരു ബിഗ്നേഴ്സൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ പാളിപ്പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് ഇങ്ങനെ നമുക്ക് പയ്യെ പോവാം. പയ്യെ തിന്നാ പനയും തിന്നാന്നല്ലേ. എന്നിട്ട് ഇതേപോലെ സ്ട്രെയിറ്റ് ആയിട്ട് ഒരു തുണി എടുത്ത് 3 ഇഞ്ച് വീതിയിലും അതേപോലെ നീളം ഞാൻ നല്ല നീളം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കയ്യിൽ ചെറിയ ഫ്രില്ല് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ ഫ്രില്ല് എത്രത്തോളം നീളം കൂടുന്നോ അത്രത്തോളം ചുരുക്കിയിട്ട് കൊടുത്താൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. എന്നിട്ട് ആ തുണിയുടെ അടിഭാഗം ഒന്ന് മടക്കി അടിക്കുവാണ് കേട്ടോ. ഇതേപോലെ മടക്കി അടിച്ചിട്ട് സൈഡിലൂടെ ഒന്ന് മടക്കി അടിക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് അളന്ന് നോക്കുന്നുണ്ട് എത്രയാണ് നമുക്ക് ഫ്രില്ല് വേണ്ടതെന്ന്. അപ്പോൾ ഒരു സൈഡ് ഒരു 6 12 മതിയാവും നമുക്ക്. അപ്പോൾ 2 സൈഡും ഞാൻ ഒന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. 2 സൈഡും മടക്കി അടിച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതേപോലെ ചെറിയ ഫ്രില്ല് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ 12 എനിക്ക് വേണ്ടത്. അതിനനുസരിച്ചാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ എൻ്റെ ഒരു കോൺട്രാസ്റ്റ് കളറായതുകൊണ്ട് നല്ല ഭംഗി കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നതല്ല. നല്ല ഭംഗി കിട്ടും. അപ്പോൾ സെയിം ക്ലോത്ത് ഇല്ലാത്തത് കൊണ്ടാണ് കേട്ടോ ഞാൻ അതിന് മാച്ചിങ് ആയിട്ടൊരു ക്ലോത്ത് വെച്ച് ചെയ്തത്. ഇതേപോലെ എന്നിട്ട് സെൻറ്റർ മാർക്ക് ചെയ്യാം. ഇപ്പോൾ 6 12 കേട്ടോ ഞാൻ. അപ്പോൾ 12 വെച്ചിട്ട് ഇതേപോലെ ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പിൽ നല്ല ഭാഗം ഫേസ് ചെയ്ത് വെച്ചിട്ട് ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് കേട്ടോ. എന്നിട്ട് ഇതിനെ ഒന്ന് പതിച്ചുകൂടെ സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. അത് കറക്റ്റ് അങ്ങനെ തന്നെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പതിച്ചുകൂടെ സ്റ്റിച്ച് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ പൊങ്ങി തന്നെ നിൽക്കും. ഇങ്ങനെ ചെയ്താൽ അത് കറക്റ്റ് അവിടെ തന്നെ പ്ലേസ് ചെയ്ത് ഇരിക്കും കേട്ടോ. അപ്പോൾ 2 വശത്തും ഇതേ രീതിയിൽ ചെയ്തെടുക്കണം. പിന്നെ ഒരു 22 ഇഞ്ച് നീളത്തിലും വീതി ഒരു 2-3 ഇഞ്ച് വീതി എടുത്തോളൂ കേട്ടോ. വള്ളി സെറ്റ് ചെയ്യാനായിട്ടാണ്. ഇതേപോലെ ആദ്യം ക്രോസ് ആയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് സ്ട്രെയിറ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കുവാണ് വള്ളിക്ക്.
എക്സസ് ആയിട്ട് നിൽക്കുന്ന തുണിയെല്ലാം കട്ട് ചെയ്ത് മാറ്റിയിട്ട് അതൊന്ന് ജസ്റ്റ് തിരിച്ചിട്ടെടുക്കുവാണേ. തിരിച്ചിടാൻ എനിക്ക് ഏറ്റവും ഇഷ്ടം സ്ക്രൂ ഡ്രൈവറാണ്. ഇതേപോലെ തിരിച്ചിട്ടെടുത്തിട്ടുണ്ട്. 2 വള്ളി ഇതേപോലെ ചെയ്തെടുക്കണേ. ഒരു വള്ളി 2ഉം ചെയ്തെടുത്തിട്ട് യോക്കിൻ്റെ പോർഷനിൽ ഇതേപോലെ കറക്റ്റായിട്ട് ഇതേപോലെ മടക്കി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഒന്ന് മാർക്ക് ചെയ്തെടുക്കണം. ചെസ്റ്റ് കറക്റ്റ് സെൻറ്ററിൽ നിന്ന് 6.5, അതേപോലെ വേസ്റ്റും 6.5. 2 ഭാഗത്തും ഇതേ രീതിയിൽ 4ആയിട്ട് മടക്കി ഇത് മാർക്ക് ചെയ്തെടുക്കാം. പക്ഷേ ഈ ഫ്രില്ല് ഇരിക്കുന്നതുകൊണ്ട് നമുക്ക് കറക്റ്റായിട്ട് കിട്ടില്ല കേട്ടോ. അപ്പോൾ കറക്റ്റ് ഞാൻ ചെസ്റ്റിൽ നിന്ന് വേസ്റ്റിൻ്റെ അവിടുന്ന് 1 ഇഞ്ച് മുകളിലോട്ട് അകത്തോട്ട് ഫേസ് ചെയ്താണ് വള്ളി വെച്ച് കൊടുത്തത്. എന്നിട്ട് 2 തയ്യലിട്ട് കൊടുക്കുന്നുണ്ട്. ബാലൻസ് നിൽക്കുന്ന ക്ലോത്ത് എല്ലാം കട്ട് ചെയ്ത് മാറ്റി. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡിലും ഇതേ രീതിയിൽ ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് വേസ്റ്റിൻ്റെ ഭാഗം കറക്റ്റ് ഒന്ന് നമുക്ക് അളന്ന് നോക്കുക. കറക്റ്റ് എനിക്ക് 25 കേട്ടോ കിട്ടുന്നത്. എന്നിട്ട് നമ്മൾ താഴ്ഭാഗത്തേക്കുള്ള തുണി കട്ട് ചെയ്ത് വച്ചില്ലേ, അതിൻ്റെ അടിഭാഗം ഒന്ന് ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ബാലൻസ് ആയിട്ട് നിന്ന ക്ലോത്ത് മൊത്തം ഞാൻ താഴ്ഭാഗത്തിലേക്ക് വേണ്ടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഓൾമോസ്റ്റ് ഒരു 2.5-2.25 മീറ്ററോളം വരും. അത് മൊത്തത്തിൽ 3 മീറ്റർ ആയിരുന്നു. ഇതിൽ നമ്മൾ 2 ഫ്രോക്കാണ് കേട്ടോ ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു 1.5 മീറ്റർ 1.25 മീറ്ററൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ഒരു 7-8 വയസ്സുള്ളൊരു കുഞ്ഞിന് നല്ല രീതിയിൽ ഇതേ മോഡൽ ഫ്രോക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ആദ്യം ഒരു ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തു. രണ്ടാമതാട്ടോ ചെയ്യുന്നത്. പിന്നീട് പ്ലീറ്റ് അല്ലേ, നമുക്ക് പ്ലീറ്റ് ഇട്ട് കൊടുക്കേണ്ടവർക്ക് പ്ലീറ്റ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതേ രീതിയിൽ ഇങ്ങനെ പ്ലീറ്റ് ഇട്ടെടുക്കാം. അല്ലെങ്കിൽ പിന്നെ ഫ്രില്ല് കൊടുക്കേണ്ടവർക്ക് ഗ്യാതറിങ് വെച്ചിട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചെടുക്കാം. ഇതേ രീതിയിൽ സ്ട്രെയിറ്റ് ഒരു സ്റ്റിച്ച് ഇടുക. ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പിൽ സ്ട്രെയിറ്റ് ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. നല്ല വീതിയുള്ള തുണിയാണ് കേട്ടോ. ഇതേ രീതിയിൽ നീളത്തിൽ തന്നെ തുണി ആ നൂല് കട്ട് ചെയ്ത് മാറ്റുക. എന്നിട്ട് അതിൽ നിന്ന് ഒരു നൂലിൽ മാത്രം പിടിച്ച് ഇതേ രീതിയിൽ പയ്യെ വലിച്ചു കൊടുക്കുക. ഒരു നൂലിൽ മാത്രം കേട്ടോ. ഇങ്ങനെ വലിച്ചു കൊടുക്കുമ്പോൾ ഇതേ രീതിയിൽ നമുക്ക് ചെറിയ ഫ്രില്ല് കിട്ടും കേട്ടോ. ഇതും ഭംഗിയാണ്. എപ്പോഴും നമ്മൾ പ്ലീറ്റ് ആണല്ലേ ചെയ്യാറ്. അപ്പോൾ ഒരു വെറൈറ്റി ആയിരിക്കും. കോട്ടൺ ആയതുകൊണ്ട് തന്നെ ചുളുക്കിയ കുട്ടിയൊക്കെ വെച്ചാൽ കുളമായത് തന്നെ. അപ്പോൾ എപ്പോഴും തേച്ചിടേണ്ടതായിട്ടൊക്കെ വരും കേട്ടോ. എന്നാലും നമ്മുടെ മക്കൾക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്തിടുമ്പോൾ കിട്ടുന്നൊരു സന്തോഷമുണ്ടല്ലോ, അതൊരു വേറെ ലെവൽ തന്നെയാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ആ ഒരു സന്തോഷം വേറെ ലെവലാണ്. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ഞാൻ ചെറുതായിട്ട്, അപ്പോൾ നമുക്ക് ഇത് മൊത്തത്തിൽ 25 1 ഇഞ്ചോ 1/2 ഇഞ്ച് തയ്യൽ തുമ്പൂടെ വേണം കേട്ടോ നമുക്ക് 2 സൈഡിലും. അപ്പോൾ ഒന്ന് അളന്ന് നോക്കുക. അപ്പോൾ മൊത്തത്തിൽ വലിച്ച് എടുക്കുന്നതിന് മുന്നേ അളന്ന് നോക്കുക. എന്നിട്ട് ഞാനിപ്പോൾ അളന്ന് നോക്കിയത് മിസ്സായി പോയിട്ടോ. എന്നിട്ട് ഇതേ രീതിയിൽ ഒരു സ്റ്റിച്ച് കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ. കറക്റ്റ് ഇതേ രീതിയിൽ ആ ഫ്രില്ലൊക്കെ അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് ഒരു സ്റ്റിച്ച് കൂടി ഇട്ട് കൊടുത്തു. അളന്നിട്ട് മാത്രം ഇതിട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ആ യോക്ക് പോർഷൻ എടുക്കുക. എന്നിട്ട് നല്ല ഭാഗം ഫേസ് ചെയ്ത് വെച്ചിട്ട് ഒരു സൈഡിൽ നിന്ന് ഇതേ രീതിയിൽ ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പിൽ വേസ്റ്റ് ഭാഗം ജോയിൻ ചെയ്തെടുക്കുവാണേ. നിർത്തി ജോയിൻ ചെയ്തെടുത്താൽ മതി കേട്ടോ. ഒറ്റ അടിയിൽ മൊത്തത്തിൽ ജോയിൻ ചെയ്തെടുക്കണ്ട.
എനിക്കൊരല്പം ബാലൻസ് വന്നു കേട്ടോ, അത് ഞാൻ കട്ട് ചെയ്ത് മാറ്റുവാണേ. സ്ട്രെയിറ്റ് ആയിട്ട് ഞാൻ കട്ട് ചെയ്ത് മാറ്റി. നിങ്ങൾ ഫ്രില്ലിടുമ്പോൾ അതിനനുസരിച്ച് ഇടുക കേട്ടോ. അപ്പോൾ ഇതേ രീതിയിൽ ഓപ്പൺ വരുന്ന ഭാഗം ഒന്ന് ജോയിൻ ചെയ്ത് കൊടുത്തു, അതിൻ്റെ സൈഡിൽ വരുന്ന ഭാഗം. എന്നിട്ട് യോക്ക് പോർഷൻ ഒന്നുകൂടെ നമുക്ക് ഡബിൾ സ്റ്റിച്ച് ഇട്ടെടുക്കാം കേട്ടോ. എന്നിട്ട് നിവർത്തിയിട്ട് കൊടുക്കാം. സിമ്പിളായിട്ട് ഒരു 180 രൂപയുണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ, കയ്യിൽ മെഷീൻ കൂടെ ഉണ്ടെങ്കിൽ. അപ്പോൾ ബാക്കിൽ ഹുക്കും ഹോൾഡും കൂടെ വെച്ച് കൊടുക്കണം. അപ്പോൾ ഇതേ മെറ്റീരിയലിൽ 3 മീറ്ററിൽ ഞാൻ 2 ഫ്രോക്ക് ചെയ്തെടുത്തെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഒരു 2 വയസ്സുള്ള ഒരു കുട്ടിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഒന്ന് ചെയ്തെടുത്തേക്കുന്നത്. അപ്പോൾ ഔട്ട് ലുക്ക് കണ്ടാലോ, ബായോ. അപ്പോൾ അധികം മെഷർമെൻറ്റും കൺഫ്യൂഷനും ഒന്നും ഇല്ലാതെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റില്ലേ. അപ്പോൾ ഞാനിടുന്ന വീഡിയോസ് ആർക്കെങ്കിലും ഒക്കെ യൂസ്ഫുൾ ആകുന്നു എന്നറിയുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്തായാലും ക്ലിക്കാവും. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നിടം വരെ ബൈ.